മാസയോഗം. മുഖ്യ അതിഥി റവറൻ ഡോക്ടർ വി.ടി. എബ്രഹാം. അസംബ്ലീസ് ഓഫ് ഗോഡ് മലബാർ ഡിസ്ട്രിക്റ്റ് പുൽപ്പള്ളി സെക്ഷൻ്റെ മാസയോഗം ഡിസംബർ 14 ശനിയാഴ്ച ദൈവകൃപയാൽ അനുഗ്രഹപ്രദമായി നടത്തുവാൻ ഇടയായി. പറയട്ടെ, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. എത്രയോ വീഴ്ചകൾ നമുക്ക് വരാമായിരുന്നു, അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ പതിയിരുന്നു എന്നവറ്റകളിൽ നിന്നും എന്നാൽ വീഴാതെ വെള്ളം നമ്മെ പരിപാലിച്ച നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ഈ വർഷത്തിന്റെ പ്രാരംഭ മാസം കണ്ടിട്ട് ഒടുവിലത്തെ മാസം കഴിഞ്ഞ് കാണാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകളിൽ മണ്ണിൽ നിന്ന് യാത്രയായപ്പോൾ നമ്മെ നമ്മുടെ പ്രിയമുള്ളവരെ പരിപാലിച്ച ഇസ്രായേലിന്റെ പരിപാലകൻ എത്ര നല്ലവനാണ്. പ്രിയരെ, പുൽപ്പള്ളി സെക്ഷൻ ഉള്ള ദൈവദാസന്മാരെല്ലാം നല്ല സ്ട്രോങ് ആയി ഈ ദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പുൽപ്പള്ളി സെക്ഷനെ എല്ലാ നിലയിലും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് പുൽപ്പള്ളി സെക്ഷന്റെ പ്രസ്പിറ്റർ പ്രിയ പ്രകാശ് ശിവം പാസ്റ്റർ ആണ്. മീനങ്ങാടി സഭയുടെ ശുശ്രൂഷാണ് അദ്ദേഹം. കർത്താവിന്റെ ദാസനെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം പറയുന്നു. കർത്താവിന്റെ ദാസനെ, അതുപോലെ ഇവിടെയുള്ള ദൈവസഭയെ ദൈവമക്കളെ, ആമേ, അതുപോലെ കർത്താവ് ഞങ്ങളുടെ സെക്ഷനിൽ നിന്ന് കടന്നു വന്ന എല്ലാ സഭകളെയും ദൈവദാസന്മാരെയും ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നമ്മുടെ അല്പനിമിഷത്തെ വചന ധ്യാനത്തിനായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമാലേഖനം 4-ാം അധ്യായം, ദ എപ്പിസിൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 17 through 20. റോമാലേഖനം 4-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള ദൈവവചനം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി വചനത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ വചന ചിന്തയ്ക്ക് കൊടുക്കുന്ന തലവാചകം, യുവർ പ്രസന്റ് സിറ്റുവേഷൻ ഈസ് നോ ഇൻഡിക്കേഷൻ ഓഫ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം നിങ്ങളുടെ അന്തിമമായ ലക്ഷ്യത്തിൻ്റെ ഒരു സൂചനയല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യം നിങ്ങൾ ഒടുവിൽ എന്തായി തീരുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ല. യുവർ പ്രസന്റ് സിറ്റുവേഷൻ ഈസ് നോ ഇൻഡിക്കേഷൻ ഓഫ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഈ ചിന്തയെ പുരസ്കരിച്ചുകൊണ്ടാണ് തുടർന്ന് അല്പസമയം നാം ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം കർത്താവിൽ താല്പര്യപ്പെടുന്നത്.
ഇന്ന് പകൽ ഞാനിവിടെ നിൽക്കുന്നത് ഏറിയ പ്രതീക്ഷയോടെയാണ്. ഐ ഫീൽ എക്സ്ട്രീംലി ഹോപ്പ്ഫുൾ ടുഡേ. വളരെ പ്രതീക്ഷയോടെയാണ് ഈ വചനത്തിന്റെ മുൻപിൽ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നത്. നമ്മുടെ മധ്യയുള്ള ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സുജേഷ് പെരിക്കല്ലൂരുള്ള കർത്തൃദാസന് ദൈവം കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം തന്നെയും ഞാൻ പ്രത്യേകാൽ ദൈവസന്നിധിയിൽ ഓർത്ത് തന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആരാധനയ്ക്ക് നടുനായകത്വം വഹിക്കുന്നവനായി ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ ഈ ആലയത്തിലേക്ക് വന്ന സമയം മുതൽ ദൈവ സാന്നിധ്യം അത്ര ശക്തമായി എനിക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞു. ദൈവജനമെല്ലാം മറന്ന് ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറായ ഒരു കൂട്ടം ജനം, ആരാധനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം വളരെ ശക്തിയായി അനുഭവിപ്പാൻ കഴിഞ്ഞ നിമിഷങ്ങളാണ്. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയട്ടെ, യേശു ഈ ഭൂമിയിലായിരുന്നെങ്കിൽ, ഇന്നായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നോ അത് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ഈ ആരാധനയ്ക്ക് ദൈവാത്മാവാണ് നടുനായകത്വം വഹിക്കുന്നത്. യേശു ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യുമായിരുന്നോ അത് ചെയ്യുവാൻ. എത്ര പേര് ആ വചനത്തോട് ചേർന്ന് വരും? എത്ര പേര് അതിനോട് സമ്മതം മൂളും? The Holy Spirit acts on behalf of the Holy Spirit to do exactly what Jesus would do if he were here. ഇവിടെ യേശു ആയിരുന്നെങ്കിൽ, ഇന്നുണ്ടെങ്കിൽ അവിടുന്ന് എന്തൊക്കെ ചെയ്യുമായിരുന്നോ അതൊക്കെ ചെയ്യുവാൻ. അങ്ങനെയെങ്കിൽ വലിയ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. നമ്മുടെ കർത്താവ് തന്റെ അടുക്കൽ വന്നവരെ ആരും വെറുതെ വിട്ടിട്ടില്ല. വെറും കയ്യായി അവർ പോയിട്ടില്ല. അവരാ വന്നതുപോലെ അല്ല അവർ മടങ്ങിപ്പോയത്. ദൈവപുത്രന്റെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വന്നവർ അവിടുത്തെ പക്കൽ നിന്ന് പ്രാപിച്ചേ മടങ്ങിപ്പോയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന തന്റെ ആത്മാവിന്റെ ശക്തി കൊണ്ട് നമുക്ക് വേണ്ടി ഓരോരുത്തരുടെയും ആവശ്യം അറിഞ്ഞ് ചെയ്തു തരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നവർ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമും സാറയും അവരെ കുറിച്ചുള്ള ചരിത്രം നാം ധാരാളം പ്രസംഗം ഇത് സംബന്ധിച്ച് കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഞാൻ ദൈവാത്മാവ് തന്ന ഒരു പ്രകാശം അനുസരിച്ച് ഈ വചനം നിങ്ങൾ പങ്കുവയ്ക്കട്ടെ. അബ്രഹാമും സാറയും അവരേറെ പ്രായം ചെന്നവരായിരുന്നു. They were well advanced in years. ദൈവം അവർക്ക് ഒരു മകനെ നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തപ്പോൾ അബ്രഹാമിന്റെ പ്രായം 100 വയസ്സ്. സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയി. കാരണം ഗർഭധാരണ നടക്കുന്ന ഒരു കുഞ്ഞ് ഉണ്ടാകുന്ന പ്രായമെല്ലാം എന്നേ കഴിഞ്ഞുപോയി. സ്തോത്രം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദൈവം അവർക്ക് ഒരു സന്തതിയെ വാഗ്ദത്തം ചെയ്തത്. ഹല്ലേലൂയ. അവരുടെ സാഹചര്യം പ്രതീക്ഷയ്ക്ക് യാതൊരു വകയും നൽകാത്ത സാഹചര്യമായിരുന്നു. പ്രതീക്ഷിക്കാൻ ഒരു കാരണവുമില്ല. ശ്രദ്ധിക്കണം. When there was no reason to have hope, Abraham still believed in hope according to what God had said.
ഹല്ലേലൂയ. പ്രതീക്ഷിക്കാൻ ഒരു വകയും ഇല്ലാതിരുന്ന സമയത്ത്, ശ്രദ്ധിക്കുക, പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് അബ്രഹാം എന്നിട്ടും ദൈവത്തിൽ വിശ്വസിച്ചു. കാരണം എന്താണെന്നറിയോ? ദൈവം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ദൈവം അവനോട് അരുളി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? ആ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ അവൻ വിശ്വസിച്ചു. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തരുമ്പോൾ ഓർക്കുക, ആ വാഗ്ദത്തം തരുന്ന ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഒരു വാഗ്ദത്തം, ഒരു വാക്ക്, ഒരാലോചന, അരുളപ്പാട് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അറിയണം, നമ്മുടെ സാഹചര്യം എത്ര വിപരീതമായിരുന്നാലും, എത്ര വിപരീതമായിരുന്നാലും, നമ്മുടെ സാഹചര്യം ആശയ്ക്ക് തീരെ വക തരാത്ത സാഹചര്യം ആയിരുന്നാലും നാം അറിയേണ്ടത്, നമ്മോട് സംസാരിക്കുന്ന ദൈവം. ഇന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ വായായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ അരുളപ്പാടിന്റെ മുൻപിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു വാഗ്ദത്തം തരുമ്പോൾ, സാഹചര്യം എത്ര എതിരായിരുന്നാലും, ആശയ്ക്ക് യാതൊരു വകയില്ലാത്ത സാഹചര്യമായിരുന്നാലും അറിയണം, നമ്മോട് സംസാരിക്കുന്ന ദൈവം അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. He can bring those things that were not in existence into existence. Hallelujah. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് പകല് നിങ്ങളുടെ വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം. കുടുംബജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട വ്യക്തികൾ ഒരുപക്ഷേ ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നുണ്ടാകാം. വീട്ടിൽ സമാധാനം ഇല്ലായിരിക്കാം. എന്നാൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്ക്, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സാഹചര്യത്തെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയും എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന് അരികിലേക്ക് ഞാൻ നിങ്ങളും അടുത്ത് വന്നിരിക്കുന്നത്. വിശ്വസിക്കുന്നു എങ്കിൽ വിശ്വസിക്കുന്നവരിലേക്ക് ഇന്ന് പകല ദൈവശക്തി പ്രവഹിച്ചെത്തു. അത് രോഗശാന്തിയായി, സൗഖ്യ സമൃദ്ധിയായി, സമാധാന സമൃദ്ധിയായി അത് വെളിപ്പെട്ടു വരും. കരങ്ങളെ അടിച്ച് ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം പരാജയമായി തീരുന്നു. ഒരുപക്ഷെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരാകാം, പഠിക്കുന്ന വിദ്യാർത്ഥികളാകാം, വളരെ പരിശ്രമിച്ചു എന്നാൽ ഒരു വിജയം കാണാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. ജോലിയിലാകാം. ഹല്ലേലൂയ. സക്സസ് ഇൻ യുവർ ഹോം, ജോബ്, ഓർ ഇൻ യുവർ കരിയർ. നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ ജോലിയില്, നിങ്ങളുടെ പ്രവൃത്തിയില്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തില്. ഹല്ലേലൂയ. അടിക്കടി, വെച്ചടി പരാജയമായിരിക്കാം. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ അത് നിങ്ങളെ കടുത്ത നിരാശയിലേക്കും വേദനയിലേക്കും പ്രാർത്ഥന ഇല്ലായ്മയിലേക്കും ഒക്കെ തള്ളിവിടുന്ന സാഹചര്യമായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവാത്മാവ് പറയുകയാണ്, ഇല്ലാത്തതിനെ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് വിളിച്ചു വരുത്താൻ കഴിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാനൊരു പരാജയമായിരിക്കയില്ല എന്ന് വിശ്വസിപ്പാൻ എത്ര പേർക്ക് കഴിയും? എന്റെ ദൈവം ഞാൻ പരാജയമായിരിക്കാൻ അല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് ഇന്ന് പകൽ എത്ര പേർ മഹത്വം അർപ്പിക്കും? ഹല്ലേലൂയ. നാം ഒരു പരാജയമാകില്ല. ദേശത്ത് ദൈവസഭ ഒരു പരാജയമാകാൻ ദൈവം സമ്മതിക്കില്ല. ദൈവദാസന്മാരെ ഒരു പരാജയമാകാൻ ദൈവം അനുവദിക്കയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവപ്രവൃത്തിയുടെ നാളുകളാണ്. ഇത് വിശ്വസിക്കുന്നവർ ദൈവമഹത്വം കാണുമെന്നുള്ള വചനത്തിന്റെ നിവൃത്തിയുടെ നാളുകളാ. അത് ഏട്ടിലെ പശുവായിട്ടല്ല ഇരിക്കുന്നത്, അതൊരു യാഥാർത്ഥ്യമായി ഞാൻ നിങ്ങൾ കാണും. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് സാറയോട് സംസാരിച്ചു. ഹല്ലേലൂയ. വിശ്വസിക്കാൻ ഒരു കാരണവുമില്ലാതിരുന്നപ്പോൾ, when the situation was hopeless and when there was no reason to have hope, പ്രതീക്ഷയ്ക്ക് ഒരു കാരണവുമില്ലാതിരുന്നപ്പോൾ, സാഹചര്യം പ്രതീക്ഷയ്ക്ക് ഒരു വകയും നൽകാതിരുന്നപ്പോൾ, എന്നിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസം എന്നൊക്കെ പറയും. പക്ഷേ ജീവിതത്തെ തൊട്ട ചില വിഷയങ്ങളുടെ മുഖത്ത് പലപ്പോഴും നാം ക്ഷീണിച്ചു പോകാറില്ല. ഇന്ന് പകൽ അങ്ങനെ ക്ഷീണിച്ചു പോയി ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം വിശ്വസിച്ചു. എന്തുകൊണ്ട് വിശ്വസിച്ചു? അബ്രഹാം എന്തുകൊണ്ടാണ് വിശ്വസിച്ചത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ആധാരം എന്ന് പറയുന്നത് ദൈവവും ദൈവത്തിന്റെ വചനവുമാണ്. അബ്രഹാം ദൈവത്തിൽ ആശ വെച്ചതിന്റെ താല്പര്യം ദൈവവും ദൈവത്തിന്റെ വചനവുമാണ്. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുന്നു. ഗോഡ് ആൻഡ് ഹിസ് വേർഡ് ആർ ദ ബേസിസ് ഫോർ ദ ഹോപ്പ് വി ഹാവ്. ഹല്ലേലൂയ. നമ്മുടെ ആ പ്രത്യാശയുടെ, നമ്മുടെ പ്രതീക്ഷയുടെ ആധാരമെന്ന് പറയുന്നത്, അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവവും ദൈവത്തിന്റെ വചനവുമാണ്. തെളിവ് 38 സങ്കീർത്തനം 15 വാക്യം. അവിടെ വായിക്കുന്നു, യഹോവേ നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരം അരുളും. ഫോർ ഇൻ യു ഓ ലോർഡ് ഐ ഹോപ്പ്. ദൈവമേ, യഹോവേ, നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. അബ്രഹാമിന്റെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്താ? ആധാരം എന്താ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ദൈവവും ദൈവത്തിന്റെ വചനം. എല്ലാവരും ഒന്ന് കര ഉയർത്തി പറഞ്ഞേ, ദൈവവും ദൈവത്തിന്റെ വചനവും. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം. നമ്മുടെ പ്രത്യാശയുടെ ആധാരം ദൈവമാ, അവിടുത്തെ വചനമാ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവേ നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, നീ ഉത്തരമരുളൂ. ഹല്ലേലൂയ. നീ ഉത്തരമരുളൂ. നിങ്ങൾ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. വീണ്ടും 130 സങ്കീർത്തനം അതിന്റെ 5 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം 130:5. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് ഒരു സ്തോത്രം ഉയരട്ടെ. ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു. ആരെ കാത്തിരിക്കുന്നു? യഹോവ ദൈവത്തെ കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ വചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ ലജ്ജിപ്പാൻ ഇടവരില്ല. സ്തോത്രം. ദൈവവും ദൈവത്തിന്റെ വചനവും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. അതുകൂടെ ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ, ദൈവവും ദൈവത്തിന്റെ വചനവുമാണ് നമ്മുടെ പ്രത്യാശയ്ക്ക് ആധാരമെന്ന ചിന്തയെ സാധൂകരിക്കുവാൻ ഒരു വാക്യം കൂടെ ഞാനിവിടെ വായിക്കാം. റോമർ 15:4 അവിടെ വായിക്കുന്നു, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ഇതിലെ അരുളപ്പാടുകൾ. ഹല്ലേലൂയ. തിരുവെഴുത്ത് തരുന്ന സ്ഥിരതയും വിശ്വാസവും വചനം ഉണ്ടാക്കി തരുന്ന പ്രത്യാശ. ഹലോ, നിങ്ങൾ ചിലരെങ്കിലും നിങ്ങൾ വേറെ എവിടെയെങ്കിലും മനസ്സ് പോകുന്നുണ്ടോ എന്നൊരു സംശയം. കര ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ദൈവവും അവിടുത്തെ വചനവുമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം, നമ്മുടെ പ്രത്യാശയുടെ ആധാരം. സാഹചര്യം എത്ര വിപരീതമായിരുന്നാലും ഡോക്ടർ തരുന്ന റിപ്പോർട്ട് 6 മാസമേ ജീവിക്കുകയുള്ളൂ എന്ന റിപ്പോർട്ടായിരിക്കാം. സ്തോത്രം. എന്നാൽ ദൈവം തരുന്ന വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഹല്ലേലൂയ ഒരു കാര്യം അറിയാം, എന്നോട് സംസാരിച്ച ദൈവം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവമാണ്. ആ ദൈവത്തിൽ ആശയ്ക്ക് വകയില്ലാത്ത സാഹചര്യത്തിലും വിശ്വസിപ്പാൻ കഴിയുന്ന ദൈവമക്കളാണ് ദൈവമഹത്വം കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഭാവിയെ കുറിച്ച് നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരിക്കണം. ചിലർക്ക് അവരുടെ ഭാവിയെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ലാത്തവരുണ്ട്. സ്തോത്രം. എന്നാൽ ഈ വചന നിമിത്തം ഞാൻ പറയട്ടെ, ദൈവവും അവിടുത്തെ വചനവും അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങൾക്കും ഭാവിയെ കുറിച്ച് പ്രതീക്ഷ വെച്ചുകൊള്ളുവാൻ വകയുണ്ട്. സ്തോത്രം. ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷ. നമ്മുടെ ഭാവി ഇരുളടഞ്ഞതായി ഒരുപക്ഷെ ഇന്ന് പകൽ നമുക്ക് തോന്നാം. ഹല്ലേലൂയ. സാഹചര്യമെല്ലാം വിപരീതമായി നമുക്ക് തോന്നാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു 1 കൊരിന്ത്യർ 2:9 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വി ഹാവ് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. നമുക്ക് ഭാവിയെ കുറിച്ച് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ആശയ്ക്ക് വകയുണ്ട്. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയട്ടെ, സ്തോത്രം. You have hope for the future. നമുക്ക് ഭാവിയെ കുറിച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. We are hopeful that we are going to see some amazing things in the future. ഇതുവരെ എൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വം ഞാൻ കാണും
ദൈവമഹത്വം എന്റെ കണ്ണുകൊണ്ട് കാണും. എന്റെ ഭാവി എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാ. എന്റെ കുടുംബത്തിന്റെ ഭാവി, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, എന്റെ ശുശ്രൂഷയുടെ ഭാവി, എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഹല്ലേലൂയ. സാഹചര്യം എത്ര ദോഷമായിരുന്നാലും എന്റെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും. My present situation is no indication of my final destination. എന്റെ ഇന്നത്തെ സാഹചര്യം ഒരിക്കലും ഞാൻ ഒടുവിൽ എന്താകുമെന്നുള്ളതിന്റെ ഒരു സൂചനയല്ല. സ്തോത്രം. ഇന്നത്തെ സാഹചര്യം പ്രതികൂലമാണ്, പക്ഷേ എന്റെ ഭാവി എന്റെ ദൈവത്തിന്റെ കരങ്ങളിലാണ്. അത് സുരക്ഷിതമാണ്. എന്റെ ഭാവി ഒരു വിജയമാക്കി തീർക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. നമ്മുടെ പരിശ്രമങ്ങൾ പരാജയപ്പെടുന്ന ഇടത്ത് ഞാൻ ഒരു പരാജയമായിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? 1-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ്. ഞാൻ ഉദ്ധരിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ ഇരിക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. തീർന്നില്ല. അതിന്റെ ഒടുവിൽ പറയുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. And whatever he does shall prosper. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. കരം ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്ക്. ഈ വചനം നാം വിശ്വസിക്കണം. ഈ വചനം നാം വിശ്വസിക്കണം. എന്റെ ജീവിതം ഒരു പരാജയമായിരിക്കാനല്ല എന്റെ ദൈവം എന്നെ വിളിച്ചത്. ഞാനൊരു വിജയമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയും എന്ന് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. മിനിസ്ട്രിയിൽ ഏർപ്പെട്ടിരിക്കുന്നവര് ഒരു അത്ഭുതം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. പഠന മേഖലയിലായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ഇന്ന് പകൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഞാൻ ദൈവം അങ്ങനെ ചെയ്ത് ഒരു അത്ഭുത പ്രവൃത്തി ലൂക്കോസിന്റെ സുവിശേഷം 5 രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഇത് ഒരു രാത്രി മുഴുവനും പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന ഒരു രാത്രിക്ക് ശേഷമുള്ള പുലർകാലം. The morning after a hopeless night. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാതിരുന്ന ഒരു രാത്രി തീർന്നു അവസാനിച്ചു. ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്ന ഒരു രാത്രിക്ക് ശേഷമുള്ള ഒരു പ്രഭാതം. സ്തോത്രം. യേശുവിന്റെ ശിഷ്യന്മാർ പത്രോസിന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് അന്ത്രയോസും യോഹന്നാനും യാക്കോബും. യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, they were the business partners of Peter. പത്രോസിന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അവരെല്ലാം കൂടി മീൻ പിടിക്കാൻ പോയി. അതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവനും അവർ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഹലോ. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു രാത്രിക്ക് ശേഷമുള്ള പുലർകാലം. യേശു അവരുടെ അടുക്കലേക്ക് ചെന്നു. യേശു അവിടേക്ക് ചെന്നപ്പോൾ യേശു ചെല്ലുന്നെന്നറിഞ്ഞു വലിയ പുരുഷാരം അവനെ പിന്തുടർന്നു. ഈ അവസരം പുരുഷാരത്തോട് സംസാരിപ്പാൻ കർത്താവിന് ഒരിടം വേണം. അവിടെ ഇട്ടിരുന്ന പടകുകൾ ഒന്നായ ശീമോൻ പത്രോസിന്റെ പടകിൽ യേശു കയറി ഇട്ട് പറഞ്ഞു, ഇതല്പം കടലിലേക്ക് നീ കരയിൽ നിന്ന് നീക്കണം എന്ന് പറഞ്ഞു. കര ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കേ.
അവരത് ചെയ്തു കൊടുത്തു. യേശു പുരുഷാരത്തോട് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു. അതിനുശേഷം പത്രോസിനോട് തിരിഞ്ഞിട്ട് പറഞ്ഞു, പത്രോസേ, നീ വലിയ ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിനായി വല ഇറക്കുക. ഒന്നുകൂടെ നീ കടലിലേക്ക് തിരിച്ചു പോകൂ. ഒന്നുകൂടെ ട്രൈ വൺ മോർ ടൈം. നീ ഒന്നുകൂടെ പരിശ്രമിക്കുക. ഇതുവരെ പരിശ്രമിച്ചു, രാത്രി മുഴുവനും അധ്വാനിച്ചു, എല്ലാം പരാജയമായിരുന്നു. എന്നാൽ യേശു പറയുകയാണ്, നീ ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിനായി നിന്റെ വല എറിയുക എന്ന് യേശു പറഞ്ഞപ്പോൾ പത്രോസ് നൽകിയ മറുപടി എന്തായിരുന്നു അറിയാമോ? ലൂക്കോസ് 5 ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പറയുക, 5-ാം വാക്യത്തിൽ 5:5 പത്രോസ് മറുപടി പറയുക, നാഥാ, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, എന്നിട്ടും ഒന്നും കിട്ടിയില്ല. ഹലോ, എല്ലാവരും ശ്രദ്ധിക്കുക. രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, എന്നിട്ടും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നിർത്തിയില്ല പത്രോസ്. പത്രോസ് പറയുക, എന്നാൽ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഹല്ലേലൂയ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. വൺ വേർഡ് ഫ്രം ദ Lord turned a hopeless situation around. Hallelujah. യേശുവിന്റെ വായിലെ ഒരു വാക്ക് സാഹചര്യത്തെ ആകെ വ്യത്യാസപ്പെടുത്തി. ഹല്ലേലൂയ. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ കർത്താവിന്റെ വായിൽ നിന്ന് വന്ന ഒരു വാക്ക്, ആ വചനം വിശ്വസിച്ചപ്പോൾ, ആ വചനം അനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ വല കീറുമാറ് മീൻ ആ വലയിൽ അകപ്പെട്ടു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങളുടെ മക്കളെ സംബന്ധിച്ച് പ്രതീക്ഷ കൈവിട്ട ചിലരെ ദൈവാത്മാവ് എന്ന് പകൽ ചൂണ്ടിക്കാണിക്കുക. മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ, ഹല്ലേലൂയ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ കുറിച്ചായിരിക്കാം ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നവർ. മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ, അവരെ നന്നായി വളർത്താൻ ആവത് ശ്രമിച്ചതാ, നല്ല ഉപദേശം അവർക്ക് കൊടുത്തതാ, അവരെ നന്നായി ട്രെയിൻ ചെയ്തതാ. പക്ഷേ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കെല്ലാം നേർവിപരീതമായി വഴികേടിലേക്ക് അവർ നീങ്ങിയിരിക്കുന്ന നിമിത്തം മനസ്സ് തകർന്നിരിക്കുന്നവർ, അവരെ കുറിച്ചുള്ള പ്രതീക്ഷ മനസ്സിൽ നഷ്ടപ്പെട്ടിരിക്കുന്നവർ, ഒരുപക്ഷെ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും കാണാതെ സ്ഥിതി ആകെ കൂടെ വല്ലാതെ വഷളായിരിക്കുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ തലമുറകളുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽ നിൽക്കുന്ന ദുഷ്ടപിശാചിന് ദൈവമക്കളി വചനത്തിൽ ആശ്രയിച്ച് ഇന്ന് പകൽ കനത്ത പ്രഹരമേൽപ്പിക്കുന്ന പകൽക്കാലമാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ആശ നിങ്ങൾ അത് ഇല്ലാതായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഇന്ന് പകൽ ഞാൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയട്ടെ, ആശ കൈവിടരുത്. Do not give up hope. Hallelujah. Do not give up hope. ആശ കൈവടിയരുത്. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, 112-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ ദൈവത്തിന്റെ വചനം പറയുക, യഹോവയെ സ്തുതിക്കുവീൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ നേരോടെ നടക്കുന്നെങ്കിൽ നിന്റെ തലമുറ ഇന്ന് ഏത് വഴിയിൽ ആയിരിക്കുന്നു എന്നുള്ളതൊരു വിഷയമല്ല. ദൈവം വാഗ്ദത്തം നിവർത്തിക്കും. കാരണം വചനം പറയുന്നു, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എന്റെ തലമുറ, ഹല്ലേലൂയ, എന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകൽ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവമക്കളെ
നമുക്ക് കഴിയട്ടെ. And they will make an impact for God. അവർ ദൈവത്തിന്, ദൈവരാജ്യത്തിന് ഏറെ പ്രയോജനമുള്ളവരായി തീരും. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് അവരൊരു വലിയ സ്വാധീനത ഉള്ളവരായി, സ്വാധീന ശക്തിയായി അവർ മാറ്റപ്പെടും. ഹല്ലേലൂയ. ഒരു വാക്യം ഒന്നെടുത്ത് വായിക്കാമോ? യെശയ്യാ പ്രവചനം 49 അധ്യായം അതിന്റെ 24 വാക്യം. യെശയ്യാ പ്രവചനം 49 24 വാക്യം. യെശയ്യാ 49 ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? അല്ല, ബദ്ധന്മാരുടെ, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകന്റെ കവർച്ചയെ വിടുവിക്കാം. എന്നിട്ട് പറയുക, എല്ലാവരും വചനം ശ്രദ്ധിക്കുക, എല്ലാവരും ബൈബിളിൽ നിന്ന് ഇങ്ങോട്ട് എന്റെ മുഖത്തേക്ക് നോക്കുക. ആ വചനം ഇതാണ്. താങ്ക് യു പാസ്റ്റേ. അവിടെ വായിക്കുന്ന, ബലവാനോട് അവന്റെ കവർച്ച എടുത്തു കളയാമോ? ബലവാനായവൻ വന്ന് കവർന്നുകൊണ്ട് പോയിരിക്കുക നമ്മുടെ ഏറ്റവും വിലപ്പെട്ടതിനെ. ആ കവർച്ച നമുക്ക് തിരികെ പിടിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ പ്ലണ്ടർ ബി ടേക്കൻ ഫ്രം വാരിയേഴ്സ്? വലിയ പോരാളികളാണ് വന്ന് കവർച്ചു കൊണ്ടുപോയത്, അത് തിരികെ പിടിക്കാമോ? എന്നിട്ട് പറയാ, നിഷ്കണ്ടകന്റെ ബദ്ധന്മാരെ വിടുവിക്കാമോ? നിഷ്കണ്ടകൻ എന്ന വാക്ക് ഞാൻ പരിധി അതിന്റെ അർത്ഥം പോയി മനസ്സിലാക്കിയത് തീവ്രവാദികളിലേക്ക് അത് ചെല്ലുക. സ്തോത്രം. ടെറിബിൾ, ഭീകരന്മാർ വന്ന് കവർച്ച ചെയ്തു കൊണ്ടുപോയിരിക്കുക. നിഷ്കണ്ടകന്റെ കവർച്ചയെ വിടുവിക്കാമോ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ വിടുവിക്കാം, നിഷ്കണ്ടകന്റെ കവർച്ചയെയും എടുത്തുക തിരികെ പിടിക്കാം. എന്നിട്ട് പറയുക, നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ വചനം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടണേ. കർത്താവ് പറയുക, നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടും, നിന്റെ മക്കളെ ഞാൻ രക്ഷിക്കുകയും ചെയ്യും എന്ന് പകൽ ആ വചനം ഒന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് പറയുക, I will contend with those who contend with you and your children I will save. ഹല്ലേലൂയ. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഈ വചനം മനസ്സിൽ കുറിച്ചിട്ട് അമ്മമാരെ, പിതാക്കന്മാരെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദുഷ്ട പിശാച് കവർന്നു കൊണ്ടുപോയതിനെയും മടക്കി തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കാരണം ആ ദുഷ്ടനോട് പോരാടുന്നത് എന്റെ ദൈവം പോരാടുമെന്നാ പറയുന്നത്. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ഞാനൊരു വാക്കിൽ ഇവിടെ 2-3-4 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. 54:13 അവിടെ വായിക്കുന്നു, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നിങ്ങൾക്ക് വചനം കേട്ടിട്ടൊന്നും ഒരു ആവേശം തോന്നുന്നു? ഹലോ ദൈവമേ, ഞാൻ പറയട്ടെ, ആ വചനത്തെ അതിന്റെ വെയിറ്റിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ അങ്ങ് സ്വീകരിക്കണം. ദൈവത്തിന് എന്നിട്ട് നന്ദിയുടെ സ്തോത്ര ഉച്ചത്തിൽ അർപ്പിക്കണം. ഹല്ലേലൂയ. വചനം നമ്മുടെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് പ്രസംഗകന് കൊഴുപ്പ് പകരാനല്ല, അവന്റെ പ്രസംഗത്തിന് ആക്കം കൂട്ടാനല്ല. നമ്മുടെ മധ്യയുള്ള ദൈവത്തിന്റെ നാമം മഹിമപ്പെട്ടിട്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുവാൻ ഇടവരേണ്ടതിനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഞാനിവിടെ നിർത്തട്ടെ. ബൈബിളിന്റെ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ വ്യത്യാസപ്പെടുത്തുന്ന ദൈവമാണ്. ഇതാണ് എനിക്ക് ഈ സന്ദേശത്തിന്റെ ചുരുക്കമായി പറയാൻ. The God of the Bible is the God who turns hopeless situation around. ബൈബിളിലെ ദൈവം നമ്മുടെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സാഹചര്യത്തെ വ്യത്യാസപ്പെടുത്തുന്ന ദൈവമാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നു 4:19. നമ്മൾ വായിച്ച വചനം, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ദൈവം അബ്രഹാമിനെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്ക്, നീ ആ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ നീ എണ്ണ. എന്നിട്ട് ദൈവം അവനോട് പറഞ്ഞു, സോ ഷാൽ യുവർ ഡിസെൻഡൻസ് ബി, നിന്റെ സന്തതി ഇവണ്ണമാകും. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി കൂടാരത്തിന് വെളിയിലേക്ക് കൊണ്ടുവന്നു. ഒരു രാത്രി സമയം ദൈവം അവനോട് പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്ക്. അവൻ നോക്കിയപ്പോൾ നക്ഷത്രങ്ങളെ എണ്ണയാൽ തീരാത്ത നക്ഷത്രങ്ങളെ അവൻ കണ്ടു. ദൈവം പറഞ്ഞു, നിന്റെ സന്തതി ഇവണ്ണമാകും. ഹല്ലേലൂയ. അന്ന് മുതൽ ആ വാഗ്ദത്തം അബ്രഹാം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. സ്തോത്രം. പിന്നെ അവൻ പോകുമ്പോഴും വരുമ്പോഴും അവൻ നോക്കുമ്പോഴും എല്ലാം ആ സന്ദേശമാണ് അവന്റെ കാതുകളിൽ. ആ ചിത്രമാണ് അവന്റെ മനസ്സിൽ. ഏത് തന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും. ആ പിക്ചർ അവന്റെ മനസ്സിൽ അവൻ ഒപ്പിയെടുത്തു. ആ വചനം അവന്റെ കാതുകളിൽ ഇങ്ങനെ റീവർബറേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ആ ശബ്ദം ആവർത്തിച്ചവൻ കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എപ്പോഴൊക്കെ അവൻ തന്റെ ശരീരത്തിന്റെ അവസ്ഥ കാണുന്നു, every time Abraham tended to look at the condition of his body, തന്റെ ശരീരത്തിന്റെ സ്ഥിതി അവൻ എപ്പോഴൊക്കെ ശരീരത്തിലേക്ക് നോക്കിയ, രാവിലെ ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ കാലി ജോലി മടക്കി കിട്ടുന്നില്ലായിരുന്നു, കാരണം 100 വയസ്സായി. ഹലോ, എല്ലാവരും ശ്രദ്ധിക്കുക. അവൻ തന്റെ ശരീരത്തിന്റെ സ്ഥിതി അവൻ കണ്ടിട്ടും അവന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും അവൻ ഗ്രഹിച്ചിട്ടും ഹല്ലേലൂയ അവൻ ക്ഷീണിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം നൽകിയ വാഗ്ദത്തം. ദൈവം നൽകിയ വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ അരുളപ്പാട് അവന്റെ കാതുകൾ മുഴങ്ങുന്നു. അവൻ കാണുന്ന ചിത്രം ആകാശത്തിലെ എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങൾ ഇവണ്ണമാകുമെന്ന് ദൈവം പറഞ്ഞു. നമ്മുടെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും, whatever be your current situation, നിങ്ങളുടെ സാഹചര്യം, ഇന്നത്തെ സാഹചര്യം എന്തായിരുന്നാലും, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഹാവ് എ പിക്ചർ ഓഫ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആൻഡ് കണ്ടിന്യൂ ടു ഹോപ്പ്. നമ്മുടെ ഭാവിയെ കുറിച്ചുള്ള നാം ഒടുവിൽ എന്തായി തീരും എന്ന് ദൈവം വാക്ക് പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു ദർശനം മനസ്സിൽ കരുതുക. അതിനായി ആശ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചൊല്ലിയാ
ചെയ്ത